எவ்வளவு டைம் ஆச்சுன்னு உங்களுக்கு தெரியுமா? வேலைக்கார கரெக்டா வேலை பார்க்கணும், இல்லன்னா விட்டுட்டு போயிடு. തുറക്കടാ. അതെ 100 രൂപയ്ക്ക് 2 ഫുള്ള്. ഇത്രയും കുപ്പികൾ കണ്ടപ്പോ ഇരട്ട പ്രസവിച്ച സുഖം. സംസ്ഥാനത്ത് ഒരു കൊറോണ കേസ് കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടെ കേരളത്തിൽ കൊറോണ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3 ആയിട്ടുണ്ട്. ശാലകളും 21 ദിവസത്തേക്ക് പൂട്ടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ബാറുകളും ക്ലബ്ബുകളും അടച്ചിടും. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും സാധനം കയ്യിലുണ്ടോ? കയ്യിലുണ്ടോ? സംസ്ഥാനത്തെ മദ്യക്കടകൾ ഇന്ന് തുറക്കുകയാണ്. രാവിലെ 9 മണി മുതലാണ് പ്രവർത്തനം ആരംഭിക്കുക. വൈകിട്ട് 5 മണി വരെ മദ്യം ലഭിക്കും. ബുധനാഴ്ച പുറത്തുവന്ന ആപ്പ് ആദ്യ ദിനങ്ങളിൽ പ്ലേ സ്റ്റോറിൽ കാണാനില്ല എന്നായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ആപ്പ് നോക്കിയാൽ 6ാം സ്ഥാനത്ത് ബിവറേജസിന്റെ സ്വന്തം ആപ്പാണ്. കിട്ടിയ പല മദ്യശാലകളിലും ബാർ ഉടമകളുടെ ആപ്പ് തകരാറിലാണ്. ടോക്കണുകളുമായി എത്തിയ ഉപഭോക്താക്കൾക്ക് മദ്യം കിട്ടാത്ത നിലയാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ബർബക്യൂ ആപ്പ് വീണ്ടും പ്രവർത്തനം തുടങ്ങി. ആദ്യം ബുക്ക് ചെയ്തവർക്ക് 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ടോക്കൺ ലഭിക്കും. ഇതുവരെ 1 ലക്ഷം പേർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്തിട്ടില്ല, ബുക്ക് ചെയ്യണം. അത് മൊബൈലിൽ നിന്ന് വീട്ടിൽ വെച്ച് ബുക്ക് ചെയ്യണ്ടായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു, നമ്പറൊന്നും അറിയില്ല. ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ അറിയോ? ഫോണിൽ ഇല്ല, ഫോൺ എടുത്തില്ല. ടോക്കൺ എടുത്തിട്ടില്ലല്ലോ, ബുക്ക് ചെയ്തിട്ടില്ല. അതൊന്നും നോക്കാൻ വന്ന എന്റെ അമ്മയെ നാട്ടിച്ച്. മദ്യം കിട്ടിയോ? ഇല്ല, അതൊന്നും ഞാൻ ചെന്നപ്പോഴേ അവര് ഇത് ടോക്കൺ ഉണ്ടെങ്കിലേ തരുള്ളൂ. ഈ മൊബൈൽ ആപ്പിനെ കുറിച്ചൊന്നും അമ്മാവൻ അറിഞ്ഞില്ലായിരുന്നു? എനിക്ക് അറിയാം, പക്ഷെ ഫോണില്ലല്ലോ. വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു തന്നില്ലേ ഇങ്ങനെ? ഈ വീട്ടിൽ നിന്ന് ആരുടെയും പറയില്ല, കുടിക്കാൻ പോകണമെന്നൊന്നും പറയില്ല. ചുമ്മാ എവിടെയെങ്കിലും പോകണമെന്നും പറഞ്ഞാൽ